ടെഹ്റാനിൽ നടന്ന ബോംബാക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനയ്യ കൊല്ലപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഹനയ്യയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ ഇസ്രയേലാണെന്ന് ഇറാൻ ആരോപിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇസ്രയേലിനെതിരെ ഇറാന്റെ ഒരു തിരിച്ചടി ഏത് സമയവും ഉണ്ടായേക്കുമെന്നുള്ളൊരു ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. എത്രയും പെട്ടെന്ന് ലെബനൻ വിട്ടുപോകുവാൻ അമേരിക്കയും UK-യും ഫ്രാൻസും കാനഡയും ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഇന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. കിട്ടുന്ന ടിക്കറ്റ് എടുത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാനാണ് ലെബനനിലെ US എംബസി പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബെയ്റൂട്ടിൽ നിന്നുള്ള മിക്ക വിമാന സർവീസുകളും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. കൂടുതൽ അമേരിക്കൻ സൈന്യത്തെ ഈ മേഖലയിലേക്ക് US അയച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അമേരിക്കൻ വ്യോമസേനയുടെ ഫൈറ്റർ സ്ക്വാഡ്രോണും കൂടുതൽ യുദ്ധക്കപ്പലുകളും ഒക്കെ അമേരിക്ക അയച്ചിരിക്കുകയാണ്. സംഘർഷം ലഘൂകരിക്കുവാനും അതുപോലെ പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് സൈന്യത്തെ അയച്ചതെന്നാണ് വൈറ്റ് ഹൗസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ തിരിച്ചടിയുടെ എല്ലാ സാധ്യതകളും വിലയിരുത്തി തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും പ്രതിരോധ നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജോൺ ഫൈനർ അല്പസമയം മുമ്പ് പറഞ്ഞു. ഇസ്രയേലിൽ പൗരന്മാർ തിരക്കിട്ട് ആഹാരവും മറ്റ് സാധന സാമഗ്രികളുമൊക്കെ കരുതി തുടങ്ങിയിട്ടുണ്ട്. ഒരു ബോംബാക്രമണം ഉണ്ടായാൽ അഭയം തേടുവാനുള്ള ബോംബ് ഷെൽട്ടറുകൾ വൃത്തിയാക്കി തയ്യാറായി നിന്നുകൊള്ളുവാൻ ഇസ്രയേൽ പൗരന്മാർക്ക് പല ടൗൺഷിപ്പുകളും ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു 90 സെക്കൻഡിനുള്ളിൽ എത്താൻ പാകത്തിലായിരിക്കണം ഈ ബോംബ് ഷെൽട്ടറുകൾ ഉണ്ടായിരിക്കേണ്ടത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.